പകയുടെ 50 വർഷങ്ങൾ. ഉറ്റ സുഹൃത്തുക്കൾ എങ്ങനെ ബദ്ധവൈരികളായി? നമസ്കാരം. ഫോക്കസ് അസസ്മെന്റിലേക്ക് സ്വാഗതം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള പതിറ്റാണ്ടുകൾ നീണ്ട ശത്രുതയുടെ ചരിത്രപരമായ പശ്ചാത്തലം പരിശോധിക്കുന്ന പ്രത്യേക വാർത്താ റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഏതാണ്ട് 5 പതിറ്റാണ്ടോളമായി അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇറാൻ അമേരിക്കൻ ബന്ധം. ഒരിക്കൽ ഉറ്റ സുഹൃത്തുക്കളായിരുന്ന ഈ രാജ്യങ്ങൾ എങ്ങനെയാണ് ബദ്ധവൈരികളായി മാറിയതെന്ന് നമുക്ക് നോക്കാം. ഈ സംഘർഷത്തിന്റെ വേരുകൾ 1953 നടന്ന ഒരു അട്ടിമറിയിലാണ് തുടങ്ങുന്നത്. ഇറാന്റെ എണ്ണസമ്പത്ത് ദേശസാൽക്കരിക്കാൻ ശ്രമിച്ച പ്രധാനമന്ത്രി മുഹമ്മദ് മൊസാദേക്കിനെ അമേരിക്കൻ ചാരസംഘടനയായ CIA സഹായത്തോടെ പുറത്താക്കുകയും തുടർന്ന് അമേരിക്കയോട് അനുഭാവം പുലർത്തുന്ന ഷാർ മുഹമ്മദ് റേസ പഹ്ലവിയെ അധികാരത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തതോടെയാണ് സാധാരണക്കാരായ ഇറാനികളിൽ അമേരിക്കൻ വിരുദ്ധ വികാരം നാമ്പെടുത്തത്. എന്നാൽ 1979 ഇസ്ലാമിക വിപ്ലവം ചരിത്രത്തെ പാടെ മാറ്റിമറിച്ചു. ഷാ ഭരണകൂടം തകരുകയും അയത്തുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിൽ മതപരമായ ഭരണം നിലവിൽ വരികയും ചെയ്തതോടെ ബന്ധം പൂർണ്ണമായും വഷളായി. ആ വർഷം തെഹ്റാനിലെ അമേരിക്കൻ എംബസി പിടിച്ചെടുത്ത ഇറാനിയൻ വിദ്യാർത്ഥികൾ 52 അമേരിക്കക്കാരെ 444 ദിവസം തടവിലാക്കി. ഗ്രേറ്റ് സാത്താൻ എന്ന് ഇറാൻ അമേരിക്കയെ വിളിച്ചപ്പോൾ നയതന്ത്ര ബന്ധങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ഉപരോധങ്ങളുടെ പരമ്പരയ്ക്കാണ് വാഷിംഗ്ടൺ തുടക്കമിട്ടത്. പിന്നീട് ഇറാന്റെ ആണവ പദ്ധതികളെ ചൊല്ലിയായി തർക്കം. ഇറാൻ അണുബോംബ് നിർമ്മിക്കുന്നുവെന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ ആശങ്ക 2015 ബറാക് ഒബാമയുടെ നേതൃത്വത്തിലുള്ള ആണവ കരാറിൽ JCPOയിൽ പരിഹരിക്കപ്പെടുമെന്ന് കരുതിയതാണ്. എന്നാൽ 2018 ഡൊണാൾഡ് ട്രംപ് ഈ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറിയതോടെ പശ്ചിമേഷ്യ വീണ്ടും കലുഷിതമായി. 2020 ഇറാനിയൻ ജനറൽ ഖാസിം സുലൈമാനിയെ അമേരിക്ക വധിച്ചത് ഇരു രാജ്യങ്ങളെയും യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചു. തുടർന്ന് നടന്ന ഡ്രോൺ ആക്രമണങ്ങളും എണ്ണക്കപ്പലുകൾ തടയുന്നതുമായ സംഭവങ്ങൾ ഈ ശത്രുതയുടെ ആഴം വർദ്ധിപ്പിച്ചു. നിലവിൽ ഒമാനിൽ നടക്കുന്ന ചർച്ചകൾ ഈ ചരിത്രപരമായ അകൽച്ച കുറയ്ക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.